+2 പാസ്സായി ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാൻ കാത്തു നിൽക്കുന്നവർക്കായി അടിമുടി മാറ്റമാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പരമ്പരാഗത ബിരുദ രീതിയിൽ നിന്ന് ചുവട് മാറ്റി പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതായത് ബിരുദ കാലയളവ് 3-ൽ നിന്ന് 4-ആയി ഉയർത്തി. സംസ്ഥാനത്തെ ഡിഗ്രി കോഴ്സുകൾ കാലത്തിനൊത്തു മാറുന്നില്ലെന്നും തൊഴിൽ സാധ്യതകൾ നൽകുന്നില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് 4 വർഷ ഡിഗ്രി കോഴ്സ് പരീക്ഷിക്കാനൊരുങ്ങുന്നത്. 4 വർഷ ബിരുദത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ലഭിക്കുകയെന്നും നിലവിലെ പാഠ്യപദ്ധതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള 4 വർഷ ബിരുദ കോഴ്സ് ഇതിനോടകം തന്നെ ഇതര സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ സർവകലാശാലകളും പുതിയ സമ്പ്രദായത്തിലേക്ക് മാറുന്നത്. ജൂലൈ 1 മുതൽ കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും 4 വർഷ ബിരുദം സമ്പൂർണ്ണ തോതിൽ നടപ്പാക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചത്. പുതിയ കോഴ്സിന്റെ ഉദ്ഘാടനം ജൂലൈ 1-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിലൂടെ ഈ വർഷം ഡിഗ്രിക്ക് ചേരുന്നവർ 4 വർഷ ബിരുദ പരിപാടിയിലൂടെയായിരിക്കും കടന്നുപോകുന്നത്. നിലവിലെ 3 വർഷത്തോടൊപ്പം 1 വർഷം കൂടി ചേർക്കുകയല്ല ചെയ്തിരിക്കുന്നത്. മറിച്ച് നൈപുണ്യ വികസന പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരിക്കുലമാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള 4 വർഷ ബിരുദ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി വ്യവസ്ഥയാണ്. അതായത് കോഴ്സിൻ്റെ ഏത് കാലയളവിലും പഠനം നിർത്തുന്നവർക്ക് അതുവരെയുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി പുറത്തേക്ക് പോകാം. 1-ാം വർഷം സർട്ടിഫിക്കറ്റ് കോഴ്സ്, 2-ാം വർഷം ഡിപ്ലോമ, 3-ാം വർഷം സാധാരണ പോലെയുള്ള ബിരുദം, 4-ാം വർഷം ഓണേഴ്സ് ബിരുദം എന്നിങ്ങനെയാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. 3 വർഷം ഡിഗ്രി പൂർത്തിയാക്കി പോകുന്നവർക്ക് പിന്നീട് 4-ാം വർഷ കോഴ്സിന് വന്നു ചേരാവുന്നതാണ്. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് കേരളം 4 വർഷ ബിരുദം നടപ്പാക്കുന്നത്. 1-ഉം 2-ഉം വർഷങ്ങളിൽ എക്സിറ്റ് ലഭ്യമാകില്ല. ഡിഗ്രി ഓണേഴ്സ്, ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ 3 ഡിഗ്രികളാണ് കേരളത്തിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉണ്ടാവുക. ഇതിൽ 3 വർഷ ഡിഗ്രി തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണ പോലെ 3 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഈ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ നേടി ഡിഗ്രി പാസ്സായി സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങാം. ഇങ്ങനെ ബിരുദം നേടുന്നവർക്ക് സാധാരണ പോലെ 2 വർഷത്തെ PG കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാനും സാധിക്കും. 4 വർഷത്തെ ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഓണേഴ്സ് ഡിഗ്രി. 4 വർഷത്തിൽ 177 ക്രെഡിറ്റ് നേടി പാസ്സാകുന്നവർക്കാണ് ഓണേഴ്സ് ലഭിക്കുന്നത്. ഓണേഴ്സ് നേടിയാൽ ലാറ്ററൽ എൻട്രി വഴി PG 2-ാം വർഷത്തിലേക്ക് നേരിട്ട് അഡ്മിഷൻ നേടാനാകും. ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റുകൾ നേരത്തെ പഠിച്ചു നേടുകയാണെങ്കിൽ ഡിഗ്രിയിലും ഓണേഴ്സിലും ഓരോ സെമിസ്റ്റർ ലാഭിക്കാവുന്നതുമാണ്. ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം നേരിട്ട് ഗവേഷണത്തിന് ചേരാം. 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത 4-ാം വർഷം ഏത് കോഴ്സ് പഠിക്കണമെന്നത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം എന്നതാണ്. ഒരു മെയിൻ സബ്ജക്റ്റ്, 2 സബ് മെയിൻ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിങ്ങനെ കാലങ്ങളായി തുടർന്നു പോന്നിരുന്ന ഡിഗ്രി സിലബസിനെ ഉടച്ചു വാർത്തിരിക്കുകയാണ് പുതിയ 4 വർഷ ബിരുദ കോഴ്സ്. അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള വിഷയങ്ങൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള കോഴ്സ് ബാസ്ക്കറ്റ് സംവിധാനമാണുള്ളത്. നേരത്തെ പോലെ മെയിൻ സബ്ജക്റ്റ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. സബ് മെയിനായി വരുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാമെന്നതാണ് മുഖ്യ ആകർഷണം. ഇവയ്ക്കായി സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ്, AI തുടങ്ങിയ കോഴ്സുകൾ വരെ ഉണ്ടാകും. കോർ സബ്ജക്റ്റിനൊപ്പം ഭാഷയുൾപ്പെടെ അടിസ്ഥാന അറിവുകൾ നേടാൻ സാധിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സുകൾ, പൊതുവിജ്ഞാനത്തിനുള്ള വാല്യൂ ആഡഡ് കോഴ്സുകൾ, നൈപുണ്യ കോഴ്സുകൾ എന്നിവയും പഠിക്കാൻ അവസരം ലഭിക്കും. ഉദാഹരണത്തിന് BSc കെമിസ്ട്രി തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫിസിക്സ്, മാത്സ് എന്നിവ നിർബന്ധമായി പഠിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ 4 വർഷത്തെ ബിരുദമാകുമ്പോൾ കെമിസ്ട്രിക്കൊപ്പം മറ്റ് സബ് മെയിനുകൾ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സർവകലാശാലകൾ നൽകിയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്.
4ാം വർഷം ഗവേഷണ പ്രവർത്തനങ്ങൾ, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസന പരിപാടികൾ എന്നിവയും നടത്തും. ഇന്റേൺഷിപ്പിനും UGC നിർദ്ദേശപ്രകാരമുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി പ്രൊഫഷണൽ സ്ഥാപനങ്ങളെയും ഏജൻസികളെയും സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കും. നിലവിലെ സിലബസ് രീതി മാറുന്നതനുസരിച്ച് അധ്യാപകരും പാകപ്പെടേണ്ടതായിട്ടുണ്ട്. 4 വർഷ ബിരുദ സംവിധാനം ഡൽഹി സർവകലാശാല നടപ്പാക്കി പിന്നീട് പിൻവലിക്കേണ്ടി വന്നിരുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഈ നടപടി. ഈ സാഹചര്യം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ തലത്തിൽ കൃത്യമായ ആസൂത്രണം വേണം. 4 വർഷ ഡിഗ്രിയിലൂടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗവൺമെന്റ്.